അതായത് കൊൽക്കത്തയിൽ പോയ ശേഷം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം വരികയാണ്. നാളെ തിരുവനന്തപുരത്ത് രാവിലെ 9:00 വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് അൻവർ. വളരെ സുപ്രധാനമായ തീരുമാനം അറിയിക്കാനുണ്ട് എന്നാണ് അൻവറിന്റെ അല്പസമയം മുമ്പുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാകുന്നത്. അൻവർ രാജിവെച്ചേക്കുമെന്ന സൂചനകളാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. അൻവർ രാജിവെച്ചേക്കുമെന്ന സൂചനകൾ കാരണം അൻവർ ഇടതുമുന്നണിയുടെ സ്വതന്ത്ര MLA ആണ്. സ്വതന്ത്ര MLA ആ കാലയളവ് മുഴുവൻ സ്വതന്ത്ര MLA തന്നെ തുടരാം. അദ്ദേഹത്തിന് മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരാൻ കഴിയില്ല. അൻവർ സംസ്ഥാന കോർഡിനേറ്റർ ആയിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ആയിട്ടാണ് നിലവിൽ ചുമതല ഏറ്റെടുത്തതായി വിവരം അൻവർ തന്നെ അറിയിച്ചത്. അതിനപ്പുറത്തേക്ക് പാർട്ടി അംഗത്വം എടുത്തു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പാർട്ടി അംഗത്വം എടുത്താൽ അൻവറിനെതിരെ അയോഗ്യത അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും സ്പീക്കർക്ക്. അതുകൊണ്ട് തന്നെ അൻവർ അയോഗ്യനാക്കപ്പെട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല. അത് ഒഴിവാക്കാനാണ് അൻവറിന്റെ ഇപ്പോൾ നീക്കമെന്നാണ് സൂചന. ഒരുപക്ഷെ നാളെ അദ്ദേഹം MLA സ്ഥാനത്ത് രാജി പ്രഖ്യാപിച്ചേക്കും. അത് അയോഗ്യത ഒഴിവാക്കാനാണ്. അൻവറിന്റെ നിലവിൽ പരാതികളൊന്നും സ്പീക്കർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ വൈകാതെ പരാതി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇടതുമുന്നണിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും അൻവറിനെതിരെ പരാതിയുമായി രംഗത്ത് വരാൻ ഉള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് കൂടിയാണെന്ന് തോന്നുന്നു അൻവർ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഇന്ന് വൈകുന്നേരം അദ്ദേഹം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചത്. പക്ഷേ വിമാനം മിസ്സായി, അതുകൊണ്ട് അവിടെ എത്താൻ കഴിയില്ല എന്ന് പിന്നീട് വിവരം വന്നു. എന്നാൽ അൻവർ നാളെ തിരുവനന്തപുരത്തേക്ക് വരുന്നത് വളരെ പ്രധാനപ്പെട്ട നീക്കത്തിന്റെ ഭാഗമായി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഒരുപക്ഷെ അദ്ദേഹം നാളെ രാജിവെച്ചേക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണത്. കാരണം PV അൻവർ രാജിവെച്ചാൽ നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. എല്ലാ രണ്ട് മുന്നണികളുടെയും അതുപോലെ തന്നെ PV അൻവറിന്റെയും ബലപരീക്ഷണ വേദിയായി അത് മാറും. അല്ലെങ്കിൽ അൻവറിനെ UDF പിന്തുണ പ്രഖ്യാപിക്കണം. അതൊക്കെ വരാനിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. അതെങ്ങനെ മാറി പറയുമെന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, അൻവർ കടുത്ത നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. അൻവറിനെതിരെ ഇടതുപക്ഷവും അത്തരം നീക്കങ്ങൾ നടത്തിയേക്കാം. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂൾ പ്രകാരം ഒരു സ്വതന്ത്ര MLA അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമായ MLA ആ സഭയുടെ കാലയളവിൽ പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ അയോഗ്യനാക്കപ്പെടും. അതുകൊണ്ടാണ് അൻവർ അത്തരമൊരു നീക്കം നടത്തുന്നതാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അൻവർ ഒരുപക്ഷെ രാജിവെച്ചേക്കും. അതിനുള്ള തീരുമാനവുമായാകാം ഒരുപക്ഷെ അദ്ദേഹം നാളെ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. രാവിലെ 9:00 അൻവറിന്റെ വാർത്താ സമ്മേളനം. VV അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി ചുമതലയേറ്റതിനു ശേഷം കേരളത്തിലേക്ക് എത്തുമ്പോൾ നാളെ ഒരു സുപ്രധാനപ്പെട്ട വിവരം പങ്കുവെക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം PV അൻവർ വിളിച്ചിരിക്കുന്നത്. അത് തന്റെ രാജിപ്രഖ്യാപനം തന്നെ ആകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കൂറുമാറ്റ നിയമപ്രകാരം അദ്ദേഹത്തിനെ അയോഗ്യനാക്കാനുള്ള നീക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് അൻവറിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അരുൺ, ഇനി അൻവറിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളിൽ നമ്മൾ രാഷ്ട്രീയമായി പ്രതീക്ഷിക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ്? അൻവർ രാജിവെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അൻവർ എങ്ങനെ മത്സരിക്കും? ഒറ്റയ്ക്ക് മത്സരിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് അൻവർ നേരത്തെയൊക്കെ പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷേ ഇടത് വലത് മുന്നണികൾ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാൽ ഒരുപക്ഷെ അൻവറിന് വിജയം അത്ര എളുപ്പമാകില്ല. ഒരു മുന്നണിയുടെ സഹായം തീർച്ചയായും വേണം. ഇടതുമുന്നണി അദ്ദേഹത്തെ പിന്തുണയ്ക്കില്ലെന്ന് സ്വാഭാവികമായി ഇടതുമുന്നണി വിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് സാധ്യതയുള്ളത് UDF ആണ്. UDFുമായി നിലവിൽ അദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗൊക്കെ അദ്ദേഹത്തെ ഒപ്പം കൂട്ടണമെന്ന് അഭിപ്രായപ്പെടുമ്പോഴും കോൺഗ്രസ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അൻവറിനെ ഒപ്പം കൂട്ടുന്നതിനോട് യോജിച്ച ഒരു നിലപാടല്ല എടുക്കുന്നത്. അദ്ദേഹം അൻവർ വരുന്നത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷ നേതാവിനുള്ളതാണ് അൻവറിന്റെ വഴി ആ രീതി അടഞ്ഞത്. പക്ഷെ കേസുദാൻ ഉൾപ്പെടെയുള്ളവരും മുസ്ലിം ലീഗും അൻവറിനെ കൂടെ കൂട്ടാം എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഏതായാലും എന്താണ് സംഭവിക്കുന്നത്? അൻവറിനെ അവിടെ അൻവർ UDF പ്രത്യേകം മത്സരിച്ചാൽ അവിടെ ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് വീണ്ടും ജയിക്കാനുള്ള സാധ്യത ഉരുത്തിരിയുകയും ചെയ്യും. കോൺഗ്രസിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതായി മാറും. അൻവർ രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഏതായാലും അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാനുള്ള സാധ്യത കുറവാണ്. അതിനുള്ള ശക്തി അൻവറിനുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം അൻവറിന് വ്യക്തിപരമായ നിലമ്പൂരിൽ വലിയ ബന്ധങ്ങളുള്ളപ്പോഴും CPMന്റെ വലിയൊരു പിന്തുണ അൻവറിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം അവിടെ വിജയിച്ചു വന്നത്. CPM സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള വിജയമാണത്. ഒരുപക്ഷെ മുസ്ലിം ലീഗിൽ നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നുമൊക്കെ പുറത്തുനിന്നുള്ള പിന്തുണയും ലഭിച്ചാൽ അൻവറിന് വീണ്ടും വിജയിച്ചു വരാം. അതുകൊണ്ട് എന്താകും അൻവറിന്റെ തുറന്നീക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മത്സരരംഗത്തേക്ക് അൻവർ എന്തായാലും പോകുമ്പോൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസ് കുടുംബത്തിലേക്ക് അൻവറിന്റെ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ്
അന്ന് ട്വീറ്റ് വന്നത്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായല്ല, അദ്ദേഹത്തിന്റെ കോർഡിനേറ്റർ കോർഡിനേറ്റർ എന്ന നിലയിൽ മാത്രമാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൃത്യമായി പാർട്ടി അംഗത്വം നൽകിയാണോ അദ്ദേഹത്തിനെ തൃണമൂലിലേക്ക് കൊണ്ടുവന്നെന്ന കാര്യമാണ് വ്യക്തമാക്കേണ്ടത്. കൃത്യമായ മറുപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഏതായാലും അങ്ങനെ കരുതുന്നവർ ഏറെയാണ്. അദ്ദേഹം തൃണമൂലിന്റെ അംഗമായി തന്നെ നേതൃത്വത്തിലേക്ക് വരികയാണ്, സംസ്ഥാന കോർഡിനേറ്റർ എന്നിലേക്ക് വരികയാണ്. മറ്റ് സുപ്രധാന ചുമതലകളും അൻവറിന് തൃണമൂൽ കോൺഗ്രസ് നൽകിയേക്കും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും MLA സ്ഥാനത്ത് തുടരാൻ കഴിയില്ല. അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടാൽ വീണ്ടും മത്സരിക്കുന്നതും കഴിയാത്തൊരു അവസ്ഥയിലേക്ക് വരും. അത് ഒഴിവാക്കാനാണ് അൻവർ ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നതെന്നാണ് ഗ്രഹിക്കുന്ന സൂര്യ. നാളത്തെ വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. അൻവർ തന്നെ പറയുന്നത് പോലെ സുപ്രധാനമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഈ വാർത്താ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ അറിയിക്കാൻ നാളെ രാവിലെ 9:30 തിരുവനന്തപുരത്ത് ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കുന്നു. എല്ലാ പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നു എന്നാണ് അൻവറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. അതുകൊണ്ട് തന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കാരണം അൻവർ നേരത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്ന കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞത് വ്യക്തമാക്കിയതാണ്. മറ്റെന്താണ് സുപ്രധാന നീക്കം? സ്വാഭാവികമായും ഈ അയോഗ്യതയുടെ വാൾ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മീതെ തൂങ്ങുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് രക്ഷ നേടാൻ അദ്ദേഹത്തിനുള്ള ഒരു വഴി അയോഗ്യനാക്കപ്പെടുമ്പോൾ രാജിവെക്കുക എന്നതാണ്. അയോഗ്യനാക്കപ്പെടുന്ന നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. സ്പീക്കർക്ക് പരാതി ലഭിക്കുകയോ സ്പീക്കർ ഏതെങ്കിലും തരത്തിൽ സ്പീക്കർക്ക് ബോധ്യപ്പെടുകയോ ചെയ്താൽ നിയമസഭയുടെ അവകാശ സമിതിയെ, പ്രിവിലേജ് സമിതിയെ നിയോഗിക്കണം. ആ പ്രിവിലേജ് കമ്മിറ്റി അരുൺ തുടരുക. ഇപ്പോൾ CV അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, CPM-ഉമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിക്കാൻ ശ്രമിച്ച അൻവർ ഒടുവിൽ തൃണമൂൽ കോൺഗ്രസുമായി കൈകോർക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഈ നീക്കങ്ങൾ കാണുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു, മെമ്പർഷിപ്പിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് തന്നെ അയോഗ്യതാ ഭീഷണി അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അത് മറികടക്കാൻ വേണ്ടി ഒരു പുതിയ രാഷ്ട്രീയ നീക്കത്തിലേക്ക് അദ്ദേഹം കടക്കുമ്പോൾ നമുക്ക് ആ ഒരു സൂചനയിലേക്ക് തന്നെ വിരൽ ചൂണ്ടേണ്ടിയിരിക്കുന്നു. MLA സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുകയാണ് PV അൻവർ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ആകാംക്ഷയോടെ അൻവറിന്റെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെ. അനുമോദ്, അത്യധികം നാടകീയമാണ്, അത്യധികം സസ്പെൻസ് നിറഞ്ഞതാണ് അൻവറിന്റെ ഓരോ നീക്കവും. ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റും തുടർന്നുള്ള നടപടികൾ UDF-ലേക്ക് ചേക്കേറാൻ ഒരുങ്ങുമ്പോൾ UDF-ന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ, UDF-ൽ കയറാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ അംഗമത്വം ഏറ്റെടുത്തിട്ടില്ല, പകരം സംസ്ഥാന കോർഡിനേറ്ററാണെന്ന് പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ഇന്ന് അദ്ദേഹം തിരിച്ചെത്തി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇന്ന് അവസാന നിമിഷം അദ്ദേഹം യാത്ര തന്നെ ക്യാൻസൽ ചെയ്യുന്നു. തുടർന്ന് വൈകുന്നേരം നാളെ തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും. സുപ്രധാനമായ ഒരു വിഷയം പങ്കുവെക്കാനുണ്ടെന്ന് അറിയാം. അത്യധികം നാടകീയമാണ്, അത്യധികം സസ്പെൻസ് നിറഞ്ഞതാണ് അൻവറിന്റെ ഈ നീക്കങ്ങൾ. നമുക്കറിയാം, രാഷ്ട്രീയമായിട്ട് PV അൻവറിന്റെ നിലപാടുകൾ ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ അദ്ദേഹം എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അൻവർ തന്റെ ആദ്യമായിട്ടല്ല ഇത്തരം വാർത്താ സമ്മേളനങ്ങൾ അൻവർ വിളിക്കുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് ഇത് വിളിച്ചു ചേർക്കുന്നു എന്നുള്ളതാണ്. അതിൽ ചില നിർണായകമായ വിവരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ വേണം നമുക്ക് കരുതുവാൻ. സാധാരണ മലപ്പുറത്താണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാറുള്ളത്. പക്ഷേ അതിനപ്പുറം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ടും പറയാൻ കഴിയും. ഒന്നുകിൽ അദ്ദേഹം നേരത്തെ അരുണെല്ലാം സൂചിപ്പിച്ചതുപോലെ ഒരു രാജി സാധ്യത അത് തള്ളിക്കളയാൻ കഴിയില്ല. അതല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങളുടെ ഒരു പ്രഖ്യാപനം അത് തലസ്ഥാനത്ത് വെച്ച് നടത്തുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പ്രാധാന്യം. ഇപ്പോൾ തന്നെ അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് മുതൽ അദ്ദേഹത്തിന്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുമെന്ന് PV അൻവറിന് നല്ലപോലെ അറിയാം. ഒരുപക്ഷെ തന്റെ തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള ആ പ്രവേശനം, ആ എൻട്രി ഇത്രമാത്രം വലിയ ഒരു മാധ്യമ വാർത്തയാക്കി ഇത്രമാത്രം മാധ്യമങ്ങൾ നിറയുന്നത് അദ്ദേഹത്തിന്റെ കൂടി ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് അത് ഒരുപക്ഷെ തന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയിൽ തനിക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനും തനിക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലൊരു പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിക്കുവാനും തനിക്ക് മാധ്യമ ശ്രദ്ധ കിട്ടുന്നുണ്ട്. താൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, തന്റെ വാക്കുകൾക്ക് കേരളം കാതോർക്കുന്നു എന്ന തരത്തിലൊരു പ്രതീതി അദ്ദേഹത്തിനെ ജനിപ്പിക്കണം. അപ്പോൾ ഈ ഒരു ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് അദ്ദേഹം അത് ഏറെക്കുറെ സാധിച്ചെടുക്കുകയാണ്. ഇന്ന് നാളെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കുവാൻ നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്, രാഷ്ട്രീയ കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. അതില് രണ്ട് സാധ്യതകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഒന്നുകിൽ അൻവർ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം തന്റെ നിയമസഭാ സാമാജികത്വം രാജിവെക്കുന്നു എന്നത്, അതല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട തന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ, തന്റെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ എന്നുള്ളതാണ്.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം മുൻപ് ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇടയുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ആ കടുപ്പിച്ചുള്ള മറുപടിക്ക് ശേഷം അദ്ദേഹം നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നതുവരെ തനിക്ക് ജനങ്ങൾ നൽകിയ ഒന്നും തന്നെ താൻ തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് തന്റെ അന്നത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു. MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയ PV അൻവർ ഇന്നിപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുമ്പോൾ അദ്ദേഹത്തിന്റെ നിയമസഭാ സാമാജികത്വം തന്നെ അയോഗ്യതയിലേക്ക് പോകുമോ എന്ന ആശങ്കകൾ നിലനിൽക്കെ അത് സ്വയം വെച്ചൊഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇതിൽ അൻവറിന് ഒറ്റയ്ക്ക് നിന്നാൽ നിലമ്പൂരിൽ ജയിക്കാനാകുമോ എന്ന ചോദ്യം അത് ഇപ്പോൾ തന്നെ UDF-ലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. UDF-നെ സംബന്ധിച്ച് PV അൻവറിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാൻ അൻവർ UDF തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് നിലമ്പൂരിലൊക്കെ ആര്യടൻ ഷൗക്കത്ത് അൻവറിന്റെ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതെ അനുമോദ്, അപ്പം ഈ PV അൻവർ UDF-ലേക്ക് ചേക്കേറുമെന്ന തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ നിർണായകമായ നീക്കങ്ങളൊക്കെയും അൻവറിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അപ്പോൾ ഈ UDF-ലേക്ക് ചേക്കേറുക എന്നുള്ള അൻവറിന്റെ നീക്കത്തിൽ ഈ വിഷയങ്ങൾ, ഈ പുതുതായി വന്നിട്ടുള്ള അൻവറിന്റെ നീക്കങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ മങ്ങലേൽപ്പിക്കുമോ? UDF-ലേക്ക് ചേക്കേറുവാനുള്ള അൻവറിന്റെ ആ ശ്രമങ്ങളെ UDF-നുള്ളിൽ തന്നെ വലിയ ഒരു വിഭാഗം എതിർക്കുന്നുണ്ട്. അത് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ പരസ്യമായ ഒരു രഹസ്യമാണ്. പ്രത്യേകിച്ച് K. സുധാകരനും രമേശ് ചെന്നിത്തലയൊക്കെ അൻവറിനോട് അല്പം അനുഭാവപൂർവമായ നിലപാടെടുക്കുമ്പോൾ VD സതീശനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിലെ വലിയ നേതാക്കൾ VT ബൽറാം അടക്കമുള്ളവർ അൻവർ മുൻപ് നടത്തിയ പല പ്രസ്താവനകളും അദ്ദേഹത്തിനെതിരെ ആയുധമാക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് എതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ, VD സതീശനെതിരെ 150 കോടിയുടെ അഴിമതി എന്ന് വലിയ ഒരു ആരോപണം നടത്തിയത്, അത്തരത്തിൽ താൻ മുമ്പ് നടത്തിയ പ്രസ്താവനകളൊക്കെ തനിക്കെതിരെ ആയുധമായി തിരിയുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിനോട് അൻവറിന് കാണാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല മുസ്ലിം ലീഗിന് ആദ്യഘട്ടത്തിൽ അൻവറിനോട് ഉണ്ടായിരുന്ന ഒരു അനുഭാവപൂർവമായ സമീപനം ഇപ്പോൾ ഉണ്ടോ എന്നും പറയാനാകില്ല. പ്രത്യേകിച്ച് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം അതിനുശേഷം നമ്മൾ ലീഗ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മുൻപ് കാണിച്ചിരുന്ന ഒരു താല്പര്യം വളരെ മണിക്കൂറുകളോടാണ് ഇതൊക്കെ മാറുന്നത്. അത്ര ഒരു വലിയ മാറ്റം അവരുടെ ചിന്തകളിലും വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം അൻവർ മുന്നണിയിൽ എടുത്താൽ അത് മുന്നണിയിൽ എത്രമാത്രം അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമെന്ന ചോദ്യമാണ് പലർക്കും ഉള്ളത്. അങ്ങനെ ഒരു ആശങ്കയാണുള്ളത്. പ്രത്യേകിച്ച് അൻവറിന്റെ പ്രസ്താവനകൾ പിണറായി വിജയനെ ചെറുതുലിനെ എന്ന് വിശേഷിപ്പിച്ച് മാസങ്ങൾക്കുള്ളിലാണ് അദ്ദേഹത്തെ കുറിച്ച് മറ്റാരും പറയാത്തത്ര വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അൻവറിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു നടപടികൾ, മുൻകാല നടപടികളൊക്കെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതൊക്കെ തന്നെ അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുന്നതിന് അവർക്ക് എതിർപ്പും കാണിച്ചിട്ടുണ്ട്. പക്ഷെ ലീഗിനെ സംബന്ധിച്ച് അടുത്ത തവണ ഭരണം പിടിക്കുവാൻ എല്ലാ സാധ്യമായ വഴികളും ഉപയോഗിക്കുക എന്നതാണ് ലീഗിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. അതിൽ അൻവറിനെ സഹകരിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല എന്നൊരു സമീപനമുണ്ട്. അതിൽ ഒരു ഭാഗത്തിന് UDF-ന്റെ ഒപ്പം കൂട്ടാതെ പുറത്തുനിന്ന് പിന്തുണ സ്വീകരിക്കുന്ന തരത്തിലേക്ക് നിലപാടെത്തിക്കാനുള്ള ഒരു ആലോചനയും നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ പോസിബിലിറ്റീസ് ആണ്, അതായത് സാധ്യതകളാണ്. ഇതിൽ എവിടേക്ക് ചെന്നെത്തും എന്ന് UDF-ലേക്കുള്ള പ്രവേശനം എന്ന് ഇപ്പോഴും ഒന്നും പറയാൻ കഴിഞ്ഞാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 48 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ പ്രവേശനത്തോട് K. മുരളീധരൻ നടത്തിയ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. തൃണമൂൽ കോൺഗ്രസുകാരുമായുള്ള സഹകരണം ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസിനെ അംഗീകരിക്കാനാകില്ല. തൃണമൂൽ കോൺഗ്രസുകാരെ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ദഹിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ UDF പ്രവേശനം എന്നത് PV അൻവറിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. അതോടൊപ്പം തന്നെ നാളെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ എന്ത് കാര്യങ്ങൾ പറയും? രണ്ട് സാധ്യതകളാണ്. അദ്ദേഹത്തിന്റെ മുൻകാല ഇത്തരം ശൈലികളുടെ വാർത്താ സമ്മേളനത്തിന്റെ രീതികളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ രാജ്യപ്രഖ്യാപനം എന്ന ഞെട്ടിക്കുന്ന തീരുമാനം, അതല്ലെങ്കിൽ താൻ കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച്, ഇമ്പാക്റ്റുകളെ കുറിച്ച് അദ്ദേഹം പുതുതായിട്ട് ചാർജ് എടുത്ത അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത തൃണമൂൽ കോൺഗ്രസിൽ ഒരു വലിയ സന്ദേശം നൽകുക, തന്റെ വാക്കുകൾക്ക് കേരളം കാത്തുനിർത്തുന്നു എന്നുള്ള തരത്തിലുള്ളൊരു മെസ്സേജ് നൽകുക. അതിനുവേണ്ട ശ്രമങ്ങളായിട്ടും ഇതിനെ വിലയിരുത്താം. തീർച്ചയായും അനുമോദ്. CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം BV അരുണും. എന്തായാലും നാളെ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കും.